ഹലോ, അപ്പൊ നമ്മുടെ ആവണീസിലേക്ക് പുതിയ വിശേഷങ്ങളേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, അപ്പൊ എല്ലാവരും സൺഡേ ആയിട്ട് എന്താ പരിപാടികള്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിന്ന് സൺഡേ ആയിട്ട് ഒരു കിഡിലും സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ചൂരമീനാട്ടോ ഞാനിപ്പോ വാങ്ങിയിട്ടുള്ളത്. ഇത് ഇപ്പൊ വാങ്ങിയതേ ഉണ്ട്, നമ്മുടെ മീൻകാരൻ ചേട്ടൻ ഇപ്പം അങ്ങ് പോയതേ ഉള്ളേ. അപ്പൊ എന്താ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിലേക്ക് ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് നമ്മുടെ കുളമ്പിപ്പൂവായിട്ടും ഒരുപാട് ഫ്ലവറൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡൻ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുൾ മയത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഫുള്ളൊരു മഞ്ഞമയാണല്ലേ. അപ്പൊ മാഡം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുക ഈ ഒരു ചൂരമീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാട്ടോ. അപ്പൊ എന്നാലും നമ്മൾ വയ്ക്കുന്നത് 2-3 രീതിയിൽ നമ്മൾ മീൻകറി വെക്കാറ്. അപ്പൊ എന്താണ് ഇന്ന് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ നമ്മൾ മുളക് ഇട്ടിട്ട് വെക്കില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളൊന്ന് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ എന്തായാലും മീൻകറി വെക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഇതുവരെ വെക്കാൻ പറ്റാത്ത കൂട്ടുകാരൊക്കെ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ. തീരെ ചെറിയ മീനല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിയ പീസുകൾ തന്നെയല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാനിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ആ ഒരു തലയുടെ ഉള്ളിലുള്ള ഒരു പൂവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പൊ എന്നാലും ഒട്ടും താമസിക്കാതെ നമുക്ക് എന്തായാലും നമ്മുടെ കലവറയിലേക്ക് പോകാം. ഞാൻ കഴുകൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് നല്ല വെയിലായതുകൊണ്ട് നമുക്ക് എന്തായാലും ഓസിന്നൊക്കെ നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമായിട്ട് വരുന്നത്. പൊതുവെ നമ്മുടെ ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഉറവ് വെള്ളമാണ്. നല്ല മഴയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിച്ചു വെച്ച വെള്ളത്തിലേക്ക് കേട്ടോ കഴുകാറില്ല, കാരണം എപ്പോഴാ കറണ്ട് വരാമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇപ്പൊ നല്ല തെളിഞ്ഞ വെള്ളമാട്ടോ വരുന്നത്. അതേപോലെ ഇപ്പൊ കിട്ടിയിട്ടോ കേട്ടോ മീൻ, അതായത് ഒരു 11 മണി കഴിഞ്ഞു കേട്ടോ ഇപ്പൊ സമയം. ഈ ഒരു ടൈമിലാണ് നമുക്ക് ഇവിടെ മീൻ വണ്ടി വരാറുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. നമുക്കിനി ആദ്യമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് 2 തക്കാളി ആട്ടോ. അതായത് ഒരുപാട് വലുപ്പമുള്ളതല്ല എന്നാൽ തീരെ കുഞ്ഞുള്ള ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സവോള എടുത്തിട്ട് പിന്നെ കുറച്ചധികം ചെറുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ചെറുള്ളി നമ്മൾ എത്രത്തോളം ഇടുന്ന അതിനനുസരിച്ച് നല്ല അടിപൊളി ടേസ്റ്റിന്റെ ആയിരിക്കണം. അതേപോലെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളതാണെങ്കിൽ കുറച്ചധികം നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അപ്പൊ വെളുത്തുള്ളിയാണ്. ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ എടുക്കാണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ഈ എടുത്തതൊക്കെ നന്നായിട്ടൊന്ന് തോലെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള സവോള ആണെങ്കിൽ ഒരുപാട് വലിയ സവോള അല്ലാട്ട് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം നമുക്ക് ചെറുള്ളി ഇടാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ എന്താണ് നമ്മൾ എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കിനി ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് തോല് കളയണ്ട. അപ്പോൾ എന്നാലും തോല് കളയലിൻ്റെ പരിപാടിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുള്ളി എത്രത്തോളം ഇടുന്ന അനുസരിച്ച് ടേസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ പൊളിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണല്ലേ. നമ്മുടെ സവോളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ശരവളയിൽ നിന്ന് പൊളിച്ച് തീരും ചെയ്യും. അതുപോലെ അരിയിലൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും. പക്ഷെ ചെറുള്ളി കുറച്ച് നന്നാക്കാൻ കുറച്ച് പാടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഇന്നലെ ഗുളികടവ് പോയിട്ടായിരുന്നു, അതായത് നമ്മുടെ പച്ചക്കറികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് സവോള, അതുപോലെ തന്നെ ചെറുള്ളി, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കൂട്ടത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഒട്ടും പാടാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുള്ളി ആയാലും അതുപോലെ തന്നെ തക്കാളി ആയാലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇന്നലെ പോയപ്പോൾ എന്തായാലും കിട്ടി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ താഴെ നോക്കി സംസാരിക്കുന്നത് വേറെ ഒന്നും അല്ലടോ, നമ്മൾ ആവണിക്കുട്ടി താഴെ നിന്നിട്ട് അമ്മ പൊളിച്ച് വരണം ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് വെള്ളം എടുക്കും, അതേപോലെ തന്നെ അവൾക്ക് കയ്യെത്തുന്ന ദൂരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ആള് കീഴടക്കിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ പിടിച്ച് വാങ്ങും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ വീഡിയോ ഞാൻ ഈ ഒരു ഷോട്ട് തന്നെ എടുത്തത് ഒരു 5-6 ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ്. കാരണം വേറെ ഒന്നും കേട്ടോ, ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഈ ട്രൈപോഡ് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് കുറച്ച് നേരം അങ്ങോട്ട് വലിക്കും, കുറച്ച് ഇങ്ങോട്ട് വലിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ആളുടെ ഉദ്ദേശം വേറൊന്നുമല്ല കേട്ടോ, ആളിപ്പോൾ ഞാൻ ഈ ഒരു പാദത്തിന് പൊക്കത്ത് കയറ്റിയിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കത്തിയെ കൊടുക്കുകയാണെങ്കിൽ അവൾ നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഞാൻ അവിടെ കയറ്റി നിർത്താത്തതിൽ ചെറിയൊരു പരാതി പറച്ചിലേക്ക് ആളുടെ താഴെ നിന്നിട്ട് അങ്ങനെ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് സെറ്റാക്കട്ടെ. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ചെറുള്ളി ആയാലും അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയും സവോളയും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് അതുപോലെ എല്ലാം കളഞ്ഞ് സെറ്റാക്കി എടുത്തിരിക്കുവാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം. നമ്മളിവിടെ മീൻകറി വെക്കാൻ പോകാന്നുള്ള ന്യൂസ് നമ്മുടെ കുറിഞ്ഞിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടോ. അവിടെ വട്ടം കറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ കഴുകിയെടുത്തുള്ള ചെറിയൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞു. പിന്നെ നമുക്ക് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ ഇടിയലിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് ഒരുപാട് നൈസായിട്ട് പേസ്റ്റ് ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ അരിയാനുള്ളതെല്ലാം അരിഞ്ഞതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ച് ചതച്ചെടുക്കാനുള്ള സംഭവമാണ്. അപ്പൊ അതിന് വേണ്ടി നമ്മുടെ ആശാൻ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇടിയല്. അപ്പൊ അതിലേക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ
ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തോലെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ട് നമ്മുടെ ഇഞ്ചിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കൂടി ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചതച്ചു. ഇതുപോലെ ഞാൻ എപ്പോഴും മീൻകറിയൊക്കെ വെക്കുന്ന ടൈമിൽ കൂടുതൽ നമ്മൾ മിക്സിലൊന്നും ഇടാതെ ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് ചിലപ്പോൾ അതിന് വേറെ ടേസ്റ്റ് തന്നെയാണ്. എന്നാലും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി ചതയ്ക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ 2-3 ഇടി ഇടിക്കുമ്പോഴത്തേന് പെട്ടെന്നൊക്കെ തെറിച്ച് പോകും. അപ്പം നമ്മുടെ ഇഞ്ചി ചതയ്ക്കുന്നത് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമുക്ക് ഒരു ട്രിപ്പ് ഇട്ട് ചതയ്ക്കാനുള്ളത് തന്നെ ഉള്ളൂ. അപ്പം നൽകുന്നത് എല്ലാ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പ്രാവശ്യം കിട്ടിയ വെളുത്തുള്ളി ആയാലും അത്യാവശ്യം സൈസുള്ള വെളുത്തുള്ളി ആട്ടോ. ഒരുപാട് കുഞ്ഞതൊക്കെയാണെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ നല്ല പാടായിരിക്കുമല്ലോ. എന്താണ് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ പറ്റും. കാരണം നല്ല ഫ്രഷുമാണ്. അതേപോലെ തന്നെ അത്യാവശ്യം സൈസുള്ള വെളുത്തുള്ളി കൂടിയാണ്. അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കട്ടെ. അതെ, നമ്മൾ ഒരാളെ പറിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇത് വേറെ ആരുമില്ല, നമ്മുടെ പച്ചമുളക് കേട്ടോ. ഒരു 3-4 പച്ചമുളക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കാം കേട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു. ഒരു ചെടിയുടെ താഴ്ഭാഗം മുതലൊക്കെ മണ്ട വരെ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ വട്ടം വീശിട്ട് നിറച്ചിങ്ങനെ മുളക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ 2 ടൈപ്പ് മുളകുണ്ട്. നല്ല നീളമുള്ള മുളക്. ഇപ്പം നമ്മൾ പറിച്ചെടുത്തുള്ള ഒരുപാട് നീളം വരാതെ ഒരു ഷോർട്ടായിട്ട് വരുന്നൊരു മുളക് കേട്ടോ. അതേപോലെ എന്താ ഇതാട്ടോ നമ്മുടെ നീളമുളക്. രണ്ടും നമ്മൾ മിക്സ് ആയിട്ടാണ് നട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ പച്ചമുളക് തൈകളിലും ഇതേ ഒരു നോക്കി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല രീതിയിലാട്ടോ ഉണ്ടായിട്ടുള്ളത്. നോക്കി നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മളിവിടെ സ്പ്രിംഗ്ലർ ആട്ടോ വെച്ച് കൊടുക്കാറുള്ളത്. നമ്മുടെ നാരോ സ്പ്രിംഗ്ലർ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു നനവിൽ നല്ല അടിപൊളിയായിട്ട് നനയുന്നു. ഏകദേശം 1 മാസം അടുപ്പിച്ച് ആവാനായിട്ടുണ്ട് നമ്മളിന്ന് മുളകൊക്കെ പറിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇപ്പോഴായാലും നോക്കി നിറച്ചിങ്ങനെ ഓരോ ചെടി നമ്മൾ പറിക്കുന്നതനുസരിച്ച് അത്യാവശ്യം നല്ല രീതി തന്നെയായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ മുട്ടും പൂക്കളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ തന്നെ പച്ചമുളകിന്റെ വിത്തുകൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പൊടിപ്പിക്കാനൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന മുളകിന്റെ വിത്തുകൾ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു വിത്തുകൾ നന്നായിട്ട് തന്നെ നമ്മൾ പാകി മുളപ്പിച്ചതിന് ശേഷം ഇത് ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മാത്രം പറിച്ചെടുത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇടയിൽ നമ്മുടെ പൂച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ ബോൾസൊക്കെ ഉണ്ട്. അപ്പം എന്താ നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക്, അതായത് ഒരുപാടൊന്നും വേണ്ടല്ലോ, നല്ല എരിവാട്ടോ. ഒത്തിരി ഒന്നും മുളക് ആവശ്യമില്ലാത്ത ഒരു മുളക് നമുക്ക് തോരലിലൊക്കെ ഇടുവാണെങ്കിൽ തന്നെ നമുക്ക് 2 എണ്ണമൊക്കെ ധാരാളാട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള മുളകൊക്കെ നമ്മളിതാ കൈയോടെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പച്ചമുളക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ മുളകൊക്കെ ഉണ്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം. തന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക്. അപ്പോൾ ആ ഒരു മുളകിന്റെ ഞെട്ടിയെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുളക് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടാറില്ല കേട്ടോ. മീൻകറി ഒന്നും വെക്കുന്ന ഒരു ടൈമില് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നെടുകെ കീറിയിട്ട് അങ്ങനെ ഇടാറാണ്. അതേപോലെ തന്നെ നല്ല രീതി തന്നെ മൂത്ത മുളകായതുകൊണ്ട് ആ ഒരു കുരുവൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കുരുവൊക്കെ പുറത്തേക്ക് തെറിച്ച് വരും. മാത്രമല്ല നല്ല വണ്ണം ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നീളമുള്ള മുളകുകളും കൂടി ആട്ടോ. പിന്നെ ഇതാ നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ പറിച്ച എല്ലാ മുളകും നമുക്ക് വേണ്ടി വയ്ക്കണം. കാരണം ഒരു മുളക് നമുക്ക് എടുത്തു വയ്ക്കാം. കാരണം അത് മുളക് കീറിയപ്പോൾ തന്നെ നല്ല ഇതിന്റെ ആ ഒരു എരിവിന്റെ സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് കുത്തുന്നുണ്ട്. അപ്പം എന്താ ഇത്രയാട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസുകൾ എല്ലാം ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു മീനിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു അളവുകളൊക്കെ എടുത്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കൂടുതലായി എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഒരു സവോളയിലായാലും ചെറുള്ളിയിലായാലും അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനും മാറ്റം വരും. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു മീനിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തത് നല്ല ആട്ടി വെളിച്ചെണ്ണയിലാട്ടോ. അതും നമ്മുടെ തന്നെ തേങ്ങ വെട്ടി പൊളിച്ച് ഉണക്കി നമ്മൾ ആട്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഞാനിതാ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഇതാ നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ മൺചട്ടിയിലാട്ടോ നമ്മൾ മീൻകറി വെക്കുന്നത്. മീൻകറിയൊക്കെ എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാട്ടോ. അതേപോലെ തന്നെ ഒരു മൺചട്ടിയിൽ കാണാനാണെങ്കിൽ ഒരു ഭംഗിയാണ്. അതേപോലെ തന്നെ നമ്മൾ മൺചട്ടിയിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതൊരു വേറെ ഒരു ലെവൽ ടേസ്റ്റ് തന്നെയാട്ടോ. അങ്ങനെ എന്തായാലും എണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ഉലുവയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉലുവയുടെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞും ചതച്ചൊക്കെ വെച്ചിട്ടുള്ള ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ടാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലാണ്. അപ്പൊ കറിവേപ്പില ഇട്ടുമ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ആവാല്ലേ. കറിവേപ്പിലയിൽ ചെറിയ രീതിയിൽ വെള്ളം ഇടും, അതുകൊണ്ട് പടപടയിൽ പൊട്ടുന്നുണ്ട്. പിന്നെ അതാ കറിവേപ്പില ജസ്റ്റ് ഒന്ന് പൊട്ടിയപ്പോഴത്തേക്ക് നമ്മൾ നേരിട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു ചെറിയുള്ളിയും അതേപോലെ തന്നെ കീറിയെടുത്തിട്ടുള്ള പച്ചമുളകും സവോളയൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീൻകറി തന്നെ നമുക്ക് പല രീതിയിലും വെക്കാല്ലേ. അതേപോലെ തന്നെ നമ്മൾ വെക്കുന്നതിന് ഒരു രീതിയാട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളും ഈ ഒരു രീതിയിലൂടെ മീൻകറി വെക്കാറുണ്ടോ എന്ന് പറയണേ. അതേപോലെ തന്നെ ഇത് വെക്കാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് കപ്പയുടെ കൂടെ ആയാലും അതുപോലെ ചോറിന്റെ കൂടെയൊക്കെയാണ് കഴിക്കാൻ വേണ്ടി ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മീൻകറിക്ക്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉപ്പൊക്കെ എൻ്റെ ഒരു കൈയളവാണ്, ഏകദേശം നമുക്ക് അറിയാലോ. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ട്, കാരണം നമുക്ക് മീനിലേക്കൊക്കെ പിടിക്കാനായിട്ടൊക്കെ ഇനി എന്തായാലും എക്സ്ട്രാ ഇടുണ്ടാന്ന് വെച്ചിട്ട് എന്തായാലും ഇപ്പം തന്നെ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു സവോളയൊക്കെ നന്നായിട്ട് വഴന്നൂര് കിട്ടാൻ അടിപൊളിയാണല്ലോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഉപ്പ് കിട്ടിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അതെ, ഇതുപോലൊരു കിടിലൻ മീൻകറി വെക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ഒരാളിവിടെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരാളെന്നെ കേട്ടോ. സംഭവം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്താണ് ഇന്ന് നമുക്ക് അതുകൂടെ. പിന്നെ കാലങ്ങളായിട്ട് നമ്മുടെ മലയാളികൾക്ക് മീൻകറിയും അതുപോലെ തന്നെ വേറൊന്നും അല്ലടോ, നമ്മുടെ കപ്പ. മീൻകറിയും കപ്പയും വല്ലാത്തൊരു കോമ്പിനേഷൻ തന്നെയല്ലേ. കുറെ പേർക്ക് ലഹരി എന്ന് പറയാല്ലേ, കാരണം അത്രയും നല്ല അടിപൊളി ഐറ്റം തന്നെ നമ്മുടെ ഒരു മീൻകറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി കപ്പയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എന്തായാലും മീൻകറിയും കപ്പയാട്ടോ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അത് മാത്രമല്ല കേട്ടോ, കപ്പയും മീൻകറിയും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ തൊട്ടടുത്തടുപ്പിൽ നമ്മുടെ മീൻകറിക്കുള്ള കൂട്ടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറന്നു പോലെ കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു കാൽഭാഗം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നന്നായിട്ട് വഴന്നിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കപ്പ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ ഉണ്ടേ. പറഞ്ഞ പോലെ നമ്മുടെ കപ്പയുടെ മേൽഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് മണ്ണുണ്ടായിരുന്നു. അപ്പൊ നല്ല മണ്ണെല്ലാം കഴുകി കളഞ്ഞ് കപ്പയുടെ തോലെല്ലാം കളഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ വേവാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഇത് നമ്മുടെ കൊടമ്പുളിയാണ്. കൊടമ്പുളി ഉണക്കി നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മീൻകറിക്കൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഐറ്റാണ് നമ്മുടെ കൊടമ്പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മീനെ നന്നായിട്ട് കുറുകിയിട്ട് ഒരു മീൻകറി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ തന്നെ പറയുമ്പോൾ തന്നെ വായിരിക്കുന്ന വെള്ളം. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്ന് കുറച്ചത് ഒരുപാടൊന്നും വരാണ്. നല്ല പുളിയുള്ള കൊടമ്പുളി തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു 3 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലുള്ള 3 കൊടമ്പുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മീൻകറിയുടെ ആ ഒരു കൂട്ടെല്ലാം സെറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു കൊടമ്പുളിയുടെ ആ ഒരു സത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. നമ്മളിവിടെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ള ഐറ്റംസ് ഇതാ ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ച് തന്നിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് ഇതൊക്കെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പൊ തക്കാളി ഇട്ടിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്തുടഞ്ഞു കിട്ടും. നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് ആ ഒരു കൂട്ടുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവട്ടെ. അപ്പോഴാട്ടോ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മുടെ മൺചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ മൺചട്ടി ചൂടാവാൻ കുറച്ച് ടൈം എടുത്താലും ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കണം. അപ്പം നല്ല തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ആവി വരുമ്പോഴത്തേനും തക്കാളിയുടെ കാര്യത്തിൽ തീരുമാനമാവും. അതിനുശേഷം നമുക്ക് പൊടികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗൈസ് ഞാൻ പൊടികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം കേട്ടോ ഈ കാണുന്നത്. നമുക്ക് ആ ഒരു പൊടികളുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പൊടികൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിന്റെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനൊക്കെ. എന്നാലും പൊടികളൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം ഞാൻ കുറച്ച് പുളി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു വെള്ളമുണ്ടല്ലോ, അപ്പൊ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് ഒഴിച്ചൊന്ന് നന്നായിട്ട് തിളയൊക്കെ വരുമല്ലോ. ആ ഒരു ടൈം ഒന്ന് കുറിയുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ബാലൻസ് ഉള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പുളിയെല്ലായിട്ട് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ഒരു ചാറിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. അപ്പൊ ആ ആവിയൊക്കെ നല്ല അടിപൊളി മേളിലേക്ക് കയറി വരുന്നില്ല. ആ ആവി വരുന്ന മാത്രം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടോ. നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി കേട്ടോ. മീൻ മസാല ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. മഞ്ഞപ്പൊടി നമുക്ക് വളരെ കുറച്ച് മതി, ഒരു നുള്ളു മതി. ബാക്കിയുള്ള പൊടികൾ നമ്മുടെ മല്ലിപ്പൊടിയും കുറച്ച് മതി. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച്. അപ്പം ഞാൻ അളവൊന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പൊടിയുടെ അളവും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഒരുപാട് നീട്ടിയിട്ടുള്ള ഒരു മീൻകറി അല്ലാട്ടോ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കുറുകിയൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ലെവലിലാണ് വെക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവലിലാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ അടച്ചു കൊടുത്തിട്ട്. പിന്നെ എന്തായാലും മീനൊന്ന് വേവട്ടെ. ആ ഒരു മീൻ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് എന്തായാലും കപ്പ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കപ്പ വേവാൻ വേണ്ടിയിട്ട്. ആ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യമൊക്കെ എൻ്റെ മേലിലേക്ക് ഇങ്ങനെ പറന്ന് വരുന്നുണ്ടല്ലേ. അപ്പൊ ഞാനതിൽ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അരപ്പൊന്ന് ചേർത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിരിക്കുവായിരുന്നു. കാരണം ഒരു അരപ്പിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ എന്തായാലും അരപ്പിൽ ആ ഒരു പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ട് ആ ഒരു കപ്പയുടെ ഒപ്പത്തിന് അരപ്പിന്റെയും പിന്നെ നമ്മൾ അരപ്പുണ്ടാക്കുന്ന ഒരു ടൈമിൽ ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഒരു സ്മെല്ല് നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആവിയോട് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ചൂടോട് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ തുടുപ്പൊന്നും എടുക്കാറുള്ളത്. അല്ലാതെ നമ്മൾ തുടുപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഉടയ്ക്കാറുള്ളത്. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെയാണ് നമ്മൾ കപ്പ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് ഉടച്ചെടുക്കാനും വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ നല്ല വെണ്ണ വായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്നു പറഞ്ഞില്ലേ. നമ്മളിപ്പോ വേവിച്ചതിന് ശേഷം ആ ഒരു ലെവലിലാണ് ഈ ഒരു കപ്പ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് കുത്തി ഇങ്ങനെ ഉടയ്ക്കുമ്പോഴത്തേന് പെട്ടെന്ന് അടവും നല്ല ഇതിന്റെ വെണ്ണ പോലെ അങ്ങ് ആയി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടുപ്പിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നല്ല ചൂടോട് കൂടി തന്നെ ഉടയ്ക്കുന്നതുകൊണ്ട് കയ്യിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലായിട്ട് ആയി വരുന്നു. ആ ഒരു ചൂട് ഇങ്ങനെ കയ്യിലേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം.
ചില കപ്പയൊക്കെ നമ്മൾ ഉടയ്ക്കുന്ന ടൈമിൽ കുറച്ചധികം ടാസ്കുള്ള പരിപാടിയായിരിക്കും ഈ ഒരു കപ്പ ഉടയ്ക്കുക എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇതിന് എനിക്ക് അങ്ങനത്തെ ഒരു പാടൊന്നും ഇല്ലായിരുന്നു. കാരണം നോക്കി നല്ല വെണ്ണ പോലത്തെ നോക്കി ഉടച്ച് അത്രയും ഭാഗം നല്ല അടിപൊളിയായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പകുതിയായിട്ട് ഞാൻ ഇപ്പോൾ ഉടച്ചിട്ടുള്ളൂ. എന്തായാലും ബാക്കി നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ. ഇനി ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ള അരപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് ചേർക്കുന്നതിന് ശേഷം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എന്നാലും ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളകും പിന്നെ ഒരു 2 കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് നല്ല അതായത് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അപ്പൊ അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇത്രയാട്ടോ. അത് നന്നായിട്ട് ഒതുക്കി എടുത്തതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒതുക്കി എടുക്കുക. പിന്നെ നമ്മുടെ കപ്പ എന്നൊക്കെ പറയുമ്പോൾ നല്ല നാടൻ വിഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നല്ല അടിപൊളിയായത് നമ്മുടെ പച്ചമുളകിനെക്കാട്ടിലും നമ്മുടെ കാന്താരി കിട്ടുകയാണെങ്കിൽ പച്ച കാന്താരി അരച്ച് ചേർക്കുന്നതാട്ടോ. അപ്പൊ നമുക്കിപ്പോൾ പറമ്പിലായ ഒരു റെയർ ആട്ടോ നമ്മുടെ കാന്താരിയൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ആ പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ നോക്കി പറഞ്ഞ പോലെ തന്നെ വെണ്ണ പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻകറി വേവാനുള്ള ഒരു വെയിറ്റിംഗ്. അവരിങ്ങനെ നമ്മുടെ മീൻകറി ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്ന ഒരു സ്മെല്ലും അതേപോലെ തന്നെ ആ ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കി കപ്പ എനിക്ക് ഇളക്കിയിട്ട് മതിയാവുന്നില്ല കൈസ്, വേർന്നില്ല കേട്ടോ. ഒരുപാട് ടൈം നമുക്ക് ഇളക്കേണ്ടി വന്നില്ല. അത്രയും നല്ല സോഫ്റ്റ് ആയ കപ്പ ആയതുകൊണ്ട് ഈ ഒരു സംഭവം നമുക്ക് കറി ഇല്ലെങ്കിൽ തന്നെ വെറുതെ കഴിക്കാം. കാരണം വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അലിഞ്ഞു ചേരുന്ന രീതിയിലാണ് നമ്മുടെ കപ്പയൊക്കെ നമുക്ക് ഉടച്ച് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇന്ന് സൺഡേ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ കപ്പയും മീൻകറിയും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നോക്കി നമ്മുടെ മീൻകറി ഇങ്ങനെ വെട്ടി കളച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ. അതെന്താണ് നമ്മുടെ മീൻകറി അവിടെ നന്നായിരുന്നു വേവട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നഴ്സറി പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതായത് നമ്മുടെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണോ. അപ്പൊ അതെന്താ നമുക്കൊന്ന് കാണിച്ചത്. അതേപോലെ ബൊഗെയിൻവില്ലയുടെ പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും പ്ലാന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ രാവിലെ നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും നല്ല ചൂടന്നെ കേട്ടോ. അപ്പൊ നമുക്ക് 2 നേരം വെച്ച് നനയ്ക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ രാവിലെ എത്രത്തോളം നനച്ചു എന്ന് വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ ഒരു ചെടിയിൽ നമ്മൾ നനയ്ക്കാത്തൊരു ഫീലാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വൈകിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലായാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നതായിരുന്നതാ ഇതാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു ഫ്രൂട്ട് പ്ലാന്റ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ആണ്. അപ്പൊ നോക്കി അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിപ്പോ കവറിലാട്ടോ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അതായത് ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ ഈ അടിവളൊക്കെ കൊടുത്ത് നമുക്ക് നട്ടു കൊടുക്കാറുണ്ട്. അതേപോലെ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ ബ്രാഞ്ചസ് ഒക്കെ നമ്മൾ തൊടുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുള്ളൊക്കെ കുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഫുള്ള് ഇങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ നിറച്ചിങ്ങനെ മുള്ളാണ്. നല്ല ഹാർഡായിട്ടുള്ള മുള്ളുകൾ. കുറച്ച് ദിവസമായിട്ട് നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റോട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചപ്പോൾ അത് നമ്മൾ ഇന്നത്തോട് കൂടി അതൊക്കെ സാധിച്ചിരിക്കും കേട്ടോ. എന്നാലും ഇനി നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നട്ടു കൊടുക്കണം. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഈ ഒരു ഈൽഡ് വരുന്നത് ഒരു 2 വർഷത്തിനുള്ളിൽ വരുന്ന കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം സത്യം എന്നൊക്കെ നോക്കാട്ടോ. കാരണം നമ്മൾ എന്തായാലും ഇപ്പോൾ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് 2 ഐറ്റം ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് പുറം നല്ല റോസും അതേപോലെ തന്നെ മുറിച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ റോസ് ആയിട്ട് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഇതുണ്ടല്ലോ. അപ്പൊ അതാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നല്ല കട്ടിയുണ്ട്. അതേപോലെ തന്നെ സൈഡിലുള്ള മുള്ളായാലും നല്ല ഹെവി ആയിട്ട് തന്നെ കേട്ടോ വന്നത്. ഇപ്പൊ തൽക്കാലം നമ്മളിതിനെ നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ അടുത്തായിട്ട് കൊണ്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് പുറയിലായിട്ടുള്ള റോസ് നമ്മുടെ ഗാർഡനിലേക്ക് നമ്മൾ നാനോ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്തിട്ടുള്ള റോസായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ ഇപ്പൊ നമ്മൾ കുറച്ചധികം പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ മീൻകറി ആയിട്ടുണ്ടാവും. നമുക്ക് നേരെ കിച്ചൺ അപ്പൊ നമുക്ക് തുറന്നു നോക്കാട്ടോ. ഞാൻ ആ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമ്മുടെ ഒരു കറിയെല്ലാം. നോക്കിയതാ ഈ ഒരു ലെവലിൽ ഇങ്ങനെ എണ്ണയൊക്കെ മേളിലേക്ക് ഇനി തെളിഞ്ഞു കാണുന്ന നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. മീൻകറിയുടെ ഒരു കറക്റ്റ് പരിവം എന്ന് പറയുമ്പോൾ ഒരു എണ്ണ ഇങ്ങനെ മേളിലേക്ക് ഇതേപോലെ തെളിഞ്ഞു വരാം. അപ്പൊ കേട്ടോ ഒരു കറക്റ്റ് പരിവാകും. അത് എടുക്കുന്ന ഇത്രയും ചാറാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഒരുപാട് നീട്ടിയിട്ട് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ മീൻകറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഈ നേരെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ മീൻകറി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല മൺകലത്തിലും. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കില്ല. പിന്നെ നമുക്കിന് ഒട്ടും ടൈം കളയണ്ടാണ്. നമുക്ക് കുറച്ച് കപ്പയൊക്കെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട് മീൻകറി നല്ല ചൂട് കപ്പയാണ്. നല്ല കറുത്ത മണലുണ്ടായിട്ടുള്ള കപ്പയാട്ടോ നമ്മളൊന്ന് മീൻകറിയുടെ കൂടെ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്നാലും ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പയൊക്കെ കറക്റ്റ് പരുവത്തിലാട്ടോ പിരിക്കുന്നത്. പിന്നെ നല്ല കുറച്ച് ഞാനിതാ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മീൻകറി കൂടി അതിന്റെ പൊക്കത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വായിൽ കപ്പൽ ഓടിക്കേണ്ട വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒട്ടും ടൈം കളയാല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്യട്ടെ.
അപ്പോൾ കുറച്ച് കപ്പയും അതേപോലെ തന്നെ കുറച്ച് ആ ഒരു ഗ്രേവിയും അതേപോലെ തന്നെ നമ്മുടെ ചുരമീൻ്റെ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും എന്താ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിച്ച് നമ്മുടെ മീൻകറിയിലായാലും ആ ഒരു പുളിയായാലും ഉപ്പായാലും ഒക്കെ നന്നായിട്ട് അതിനെ പിടിച്ചിട്ടുണ്ടാകും. നമ്മുടെ കപ്പയായാലും പാകത്തിന് എരിവും ഉപ്പൊക്കെയാണ്. അപ്പം എന്തായാലും ചെറിയൊരു ചൂടോട് കൂടി കഴിക്കുന്നതിന് ഒരു പ്രത്യേക ഫീൽ തന്നെയല്ല. അപ്പം എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. അതേപോലെ നമ്മുടെ കപ്പയുടെ കാര്യമാണെങ്കിൽ നല്ല ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു അത്രയും വെണ്ണ പോലുള്ള കപ്പയും കൂടെ ഇടും. എന്തായാലും കപ്പയും മീൻകറി നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വയലൂടെ കപ്പലടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഉണ്ടായിക്കൊള്ളൂട്ടോ. കാരണം മസ്റ്റ് ട്രൈ ആയിട്ട്. പിന്നെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ എന്തായാലും പോയിട്ട് കഴിക്കട്ടെ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടരാണെങ്കിൽ വീഡിയോസ് ഒക്കെ കയറി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നത്.